DCB മീഡിയയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 19 തിങ്കളാഴ്ച മുതൽ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്കും മസ്റ്ററിംഗ് നടത്തുന്നതിനെക്കുറിച്ചാണ്. മരിച്ചുപോയവരുടെയും വിദേശത്തുള്ളവരുടെയും പേരിലുള്ള റേഷൻ വാങ്ങുന്നത് ഒഴിവാക്കുവാനും അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്തുവാനുമാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തുവാൻ പോകുന്നത്. ഇപ്പോൾ സൗജന്യമായി റേഷൻ ലഭിക്കുന്ന AAY മഞ്ഞ റേഷൻ കാർഡിനും PHH പിങ്ക് റേഷൻ കാർഡിനുമാണ് മസ്റ്ററിംഗ് നടത്തുവാൻ പോകുന്നത്. പഞ്ചായത്ത് ഓഫീസുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസുകൾ കേന്ദ്രീകരിച്ചായിരിക്കും മസ്റ്ററിംഗ്. ആ ദിവസങ്ങളിൽ ചെല്ലാത്തവർക്ക് പിന്നീട് സിവിൽ സപ്ലൈസ് ഓഫീസുകളിലായിരിക്കും കാർഡ് മസ്റ്ററിംഗ് നടത്തുക. ഇതിന്റെ കൂടുതൽ വിശദവിവരങ്ങളും തീയതികളുമെല്ലാം അടുത്ത് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീട്, ടാക്സി അല്ലാതെ സ്വകാര്യ കാറ്, 1 ഏക്കറിലധികം സ്ഥലം, മാസം 25,000 രൂപയിൽ കൂടുതൽ ശമ്പളം, സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ ഉണ്ടാകരുത് തുടങ്ങിയ നിബന്ധനകൾ പാലിക്കുന്നവർക്ക് മാത്രമാണ് മുൻഗണനാ കാർഡുകൾക്ക് അർഹതയുള്ളത്. രണ്ടാമത്തെ അറിയിപ്പ്, കഴിഞ്ഞ ആഴ്ചയാണ് 29 രൂപയ്ക്ക് ഭാരത് അരി കേന്ദ്ര സർക്കാർ കേരളത്തിൽ വിതരണം ആരംഭിച്ചത്. പൊതുമാർക്കറ്റിൽ 45 മുതൽ 60 രൂപ വരെയാണ് ഇപ്പോൾ അരിയുടെ വില. 29 രൂപയുടെ ഭാരത് അരി തൃശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിലെല്ലാം അതിവേഗമാണ് വിറ്റഴിഞ്ഞത്. 5 കിലോ 10 കിലോ പാക്കറ്റുകളിലായാണ് വിതരണം. വിവിധ ജില്ലകളിലേക്കും ഈ ആഴ്ച തന്നെ വിതരണത്തിനായി NCCFന്റെ നേതൃത്വത്തിൽ 10,000 ടൺ അരിയുടെ പാക്കിംഗ് എറണാകുളത്ത് നടന്നുവരികയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഭാരത് അരി എത്തും. 10 കിലോ അരിയാണ് ഒരാൾക്ക് പരമാവധി നൽകുന്നത്. 290 രൂപയ്ക്ക് 10 കിലോ പാക്കറ്റ് വാഹനങ്ങളിൽ നിന്ന് വാങ്ങാം. 200 സ്ഥിരം വിൽപ്പന കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കുവാനും പോവുകയാണ്. അരിയോടൊപ്പം 60 രൂപയ്ക്ക് പരിപ്പും വിൽപ്പന നടത്തുന്നുണ്ട്. ഒരാൾക്ക് ഒരു തവണ 10 കിലോ അരി വരെയാണ് നൽകുന്നത്. റേഷൻ കാർഡ് കാണിക്കേണ്ടതില്ല. കേന്ദ്ര സർക്കാർ 29 രൂപയ്ക്ക് അരി വിതരണം തുടങ്ങിയതോടെ വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച അരിയുടെ വിൽപ്പന തുടങ്ങുവാൻ സംസ്ഥാന ഭക്ഷ്യവകുപ്പും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. 29 രൂപയോ അതിൽ കുറവായോ നീല വെള്ള കാർഡുകാർക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി 10 കിലോ അരി നൽകുവാനാണ് ശ്രമം. ഭാരത് ബ്രാൻഡിൽ പൊന്നി പച്ചരിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പിന്നീട് മറ്റു അരികളും എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അരിയായി കേരളീയർക്ക് ഇഷ്ടപ്പെട്ട ജയ അരി, കുറുവ അരി, മട്ട അരി എന്നിവയാണ് നൽകുന്നതിന് തിരക്കിട്ട നീക്കം നടക്കുന്നത്. എന്തായാലും അരിവില പൊതുമാർക്കറ്റിൽ 60 രൂപയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ 30 രൂപയ്ക്ക് താഴെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബ്രാൻഡഡ് അരി വിൽക്കുന്നത് പൊതുജനത്തിന് വളരെ ഉപകാരം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത അറിയിപ്പ്, മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡുകാർക്കെല്ലാം എല്ലാ മാസവും ലഭിക്കുന്ന മറ്റൊരു ആനുകൂല്യമായിരുന്നു സബ്സിഡി റേറ്റിൽ ലഭിക്കുന്ന 13 പലവ്യഞ്ജനങ്ങൾ. അരിയും പഞ്ചസാരയും പയറും മുളകും ഉൾപ്പെടെയുള്ള ഇവയുടെ വില വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുതുക്കിയിരിക്കുകയാണ്. പൊതുവിപണിയിലെ വിലയിൽ നിന്നും 35% സബ്സിഡി നൽകിയാണ് വില പുതുക്കിയത്. ഇതനുസരിച്ച് 1 കിലോ ചെറുപയറിന് 74 രൂപയായിരുന്നത് 92 രൂപയായി ഉയർന്നു. പൊതുമാർക്കറ്റിൽ 142 രൂപയാണ് വില. ഉഴുന്നുമ്പോൾ 1 കിലോയ്ക്ക് 66 രൂപയായിരുന്നത് 95 രൂപയായി. പൊതുമാർക്കറ്റിൽ 146 രൂപയായിരുന്നു. വൻകടല 1 കിലോ 43 രൂപയായിരുന്നത് 69 രൂപയായി. പൊതുമാർക്കറ്റിൽ ഇതിന്റെ വില 107 രൂപയാണ്. തുവരപ്പരിപ്പിന് 65 രൂപയായിരുന്നത് ഇപ്പോൾ 111 രൂപയായിട്ടാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പൊതുമാർക്കറ്റിൽ 171 രൂപയാണ്. മുളകിന് 75 രൂപയായിരുന്നത് 82 രൂപയാക്കി ഉയർത്തി. പൊതുമാർക്കറ്റിൽ വില 126 രൂപ. എന്നാൽ മല്ലിക്ക് വില കുറയുകയാണുണ്ടായത്. 79 രൂപയായിരുന്നത് 39 രൂപയാക്കി കുറച്ചു. പൊതുമാർക്കറ്റിൽ വില 60 രൂപയായതുകൊണ്ടാണ് മല്ലി വില കുറഞ്ഞത്. പഞ്ചസാരയ്ക്ക് 22 രൂപയായിരുന്നത് 27 രൂപയാക്കി. പൊതുമാർക്കറ്റിൽ 42 രൂപയാണ്. വെളിച്ചെണ്ണയ്ക്ക് 46 രൂപയായത് 55 രൂപയാക്കി. പൊതുമാർക്കറ്റിൽ 85 രൂപയാണ്. ജയ അരിക്ക് കിലോഗ്രാമിന് 25 രൂപയായിരുന്നത് 29 രൂപയാക്കി. പൊതുമാർക്കറ്റിൽ വില 45 രൂപ. കുറുവ അരിക്ക് 25 രൂപയുണ്ടായിരുന്നത് കിലോയ്ക്ക് 30 രൂപയാക്കി. പൊതുമാർക്കറ്റിൽ 46 രൂപ. മട്ടയരിക്ക് 24 രൂപയായിരുന്നത് 30 രൂപയാക്കി ഉയർത്തി. പൊതുമാർക്കറ്റിൽ 47 രൂപ. പച്ചരിക്ക് 23 രൂപയായിരുന്നത് 26 രൂപയാക്കി ഉയർത്തി. പൊതുമാർക്കറ്റിൽ വില 40 രൂപ.
ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം സജീവമായി നടക്കുകയാണ്. AY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായി 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിന് 5 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും.